ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ടും അമേരിക്കയുടെ ശ്വാസം മുട്ടിക്കുന്ന ഉപരോധങ്ങൾ കൊണ്ടും നട്ടം തിരിയുമ്പോഴും വിദേശ ഹുങ്കിന് മുന്നിൽ അടിയറവ് പറയാൻ മനസ്സില്ലെന്ന് ഉറച്ച മനസ്സോടെ നിൽക്കുന്ന ഇറാൻ എന്ന രാജ്യം. മുറുകയും അയഞ്ഞും ഇടയ്ക്കൊക്കെ കലഹിച്ചും നിരന്തരമായി തുടർന്നുകൊണ്ടിരുന്ന രാജ്യങ്ങൾക്കിടയിലെ പരസ്പര വൈര്യം ഒടുവിൽ എല്ലാ പരിധികളെയും ലംഘിച്ചു. 2026 ഫെബ്രുവരി 28 ഇറാനിയൻ സമയം രാവിലെ 9:45 ബോംബുകളും മിസൈലുകളും വഹിച്ചുകൊണ്ട് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും പോർ വിമാനങ്ങൾ ഇറാൻ്റെ ആകാശപരിധിക്കുള്ളിലേക്ക് കടന്നു കയറി തലസ്ഥാന നഗരം ടെഹ്റാൻ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന സ്ഥലങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമണം അഴിച്ചുവിട്ടു. തൊട്ടു പിന്നാലെ ലോകം ആശങ്കയോടെ ആ വാർത്ത കേട്ടു. ഇറാൻ്റെ പരമാധികാരത്തെയും ആകാശപരിധികളെയും മറികടന്നുകൊണ്ട് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും സംയുക്ത സൈനിക നീക്കം എപ്പിക് ഫ്യൂറി ആരംഭിച്ചിരിക്കുന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുമായി US മുന്നോട്ടു പോയതോടെ ഇറാന് നഷ്ടമായത് പരമോന്നത നേതാവ് ആയത്തുള്ള ഖമീനി അടക്കം എണ്ണം പറഞ്ഞ നിരവധി നേതാക്കന്മാരെയാണ്. അപ്പോഴും അടിയറവ് പറയാൻ മനസ്സില്ല, അവസാന നിമിഷം വരെ പൊരുതി തന്നെ നിൽക്കും എന്നതായിരുന്നു ഒരു കാലത്ത് പേർഷ്യ എന്ന പേരിൽ പടിഞ്ഞാറൻ ഏഷ്യയുടെ സമൃദ്ധി വിളിച്ചറിയിച്ചിരുന്ന ഇറാൻ്റെ നിലപാട്. അമേരിക്കൻ അഹന്തയ്ക്ക് മുന്നിൽ കീഴ്പ്പെടില്ല എന്ന ഇറാൻ്റെ ഉറച്ച തീരുമാനം ഒരു വശത്തും സാധാരണ മനുഷ്യരുടെ ആദികൾക്കും ആശങ്കകൾക്കും നഷ്ടമാകുന്ന മനുഷ്യജീവനുകൾക്കും ചെവി കൊടുക്കാൻ തയ്യാറാകില്ല എന്ന അമേരിക്കയുടെ താൻപോരിമ മറുവശത്തും. ഇതിനിടയിൽ യുദ്ധം അധികം നീണ്ടു പോകരുതേ എന്ന പ്രാർത്ഥനയുമായി നിലകൊള്ളുന്ന ലോകമെമ്പാടുമുള്ള സാധാരണക്കാരായ മനുഷ്യർ. യുദ്ധം നീണ്ട് മുന്നോട്ടു പോകുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ള അവസാനത്തെ ബ്രഹ്മാസ്ത്രം പുറത്തെടുക്കുകയാണ് ഇറാൻ. ഇറാനും ഒമാനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നതും പേർഷ്യൻ ഗൾഫിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നതുമായ 167 കിലോമീറ്റർ നീളവും ഏറ്റവും ഇടുങ്ങിയ ഭാഗങ്ങൾക്ക് 39 കിലോമീറ്റർ മാത്രം വീതിയുമുള്ളതുമായ ഒരു ഇടുങ്ങിയ കടൽപ്പാതയാണ് ഹോർമൂസ് കടലിടുക്ക്. ഇതിനെ കേന്ദ്രീകരിച്ചാണ് ലോകരാഷ്ട്രീയത്തിൽ ഇറാൻ സമ്മർദ്ദതന്ത്രം മെനയുന്നത്. ഈ കടലിടുക്കിനെ അടയ്ക്കും എന്നുള്ള ഇറാൻ്റെ ഭീഷണി ഒടുവിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും തുടങ്ങി US വരെ സാമ്പത്തിക അവസ്ഥയെ പിടിച്ചുലയ്ക്കാൻ പോകുന്നൊരു തീരുമാനമാണ് ഒരു കടലിടുക്കിനെ മുൻനിർത്തി നടത്തിയെടുക്കാനായി ഇറാൻ ശ്രമിക്കുന്നത്. വെറും ഒരു കടലിടുക്കിനെ മുൻനിർത്തി അമേരിക്കയെയും ഇസ്രയേലിനെയും ഒക്കെ ഇറാൻ ഭീഷണിപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ പിന്നിലെ വാണിജ്യ നയതന്ത്ര വ്യാപ്തി ചെറുതല്ല എന്നർത്ഥം. ഇന്ത്യൻ മഹാസമുദ്രത്തിലായി സ്ഥിതി ചെയ്യുന്ന ഈ കടലിടുക്കിന് ലോക എണ്ണ വിപണിയിൽ ചെലുത്താനാവുന്ന സ്വാധീനം ചെറുതല്ല. ഈ കടലിടുക്കിന് വടക്ക് ഭാഗത്തായാണ് ഇറാനും തെക്ക് അതിരിലായി UAEയും ഒമാനും സ്ഥിതി ചെയ്യുന്നു. ഗൾഫ് രാജ്യങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ചുമുള്ള വ്യാപാരത്തിനുമുള്ള പ്രധാന പാതയായി ഈ കടലിടുക്ക് നിലനിന്നു വരുന്നു. ഇറാഖ്, കുവൈറ്റ്, സൗദി, ബഹ്റിൻ, ഖത്തർ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്ന ഈ കടലിടുക്ക് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയും ദ്രവീകരിച്ച പ്രകൃതിവാതകങ്ങളും കുറഞ്ഞ ചെലവിലും എളുപ്പത്തിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഏക മാർഗം കൂടിയാണ്. ഈ മാർഗം അടയ്ക്കപ്പെടുന്നതോടെ എണ്ണവിലയിൽ വലിയ വർധനവാണ് ഉണ്ടാകാൻ പോവുക എന്നതും ഹോർമൂസ് സ്ട്രെയ്റ്റ് വെറുമൊരു കടലെടുക്ക് മാത്രമല്ല എന്നതിലേക്കും കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നു. ഇന്ത്യ പോലൊരു രാജ്യത്തിന് ഒരു ബാരൽ ക്രൂഡ് ഓയിൽ വിലയിൽ വരുന്ന $1 വർധനവിന് പോലും $2 ബില്യൺ പ്രതിവർഷ അധിക ബാധ്യത വരുത്തും എന്നുള്ളപ്പോൾ ഓരോ രാജ്യത്തിനും ഇതെത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കാനുമായി സാധിക്കും. അമേരിക്കൻ സമ്പദ്ഘടനയിൽ ചലനങ്ങൾ വരുത്തുന്നതിനും ഈ കടലിടുക്കിനെ തടസ്സപ്പെടുത്തുന്നതിലൂടെ ഇറാന് സാധ്യമാകുന്നു. പണപ്പെരുപ്പം, ധനക്കമ്മി, ഊർജ്ജ പ്രതിസന്ധി എന്നിവയെല്ലാം ലോകത്തിനു മുന്നിലേക്ക് ഈ കടലിടുക്ക് വഴി ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രതിസന്ധികളാണ്. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ വേഗത്തിൽ വ്യക്തമാകുന്നതുമാണ്. ലോകത്ത് വിതരണം ചെയ്യപ്പെടുന്ന മൊത്തം ക്രൂഡ് ഓയിലിൻ്റെ 20 മുതൽ 30% ഈ പാതയെ ആശ്രയിച്ചാണ് കടന്നു പോകുന്നു എന്ന് വരുമ്പോൾ പ്രതിദിനം 20 ദശലക്ഷം ബാരൽ എണ്ണ ടാങ്കർ ഷിപ്പുകൾ ഇതുവഴി പുറം ലോകത്തേക്ക് എത്തപ്പെടുന്നു. രാജ്യത്തിനാവശ്യമായി വരുന്ന എണ്ണയുടെ ഭൂരിഭാഗവും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഈ കടലിടുക്കിലൂടെ പ്രതിദിനം രാജ്യത്തേക്ക് എത്തിക്കുന്നത് 10 ലക്ഷം ബാരൽ എണ്ണയാണ്. രാജ്യത്തിൻ്റെ മൊത്തം ആവശ്യത്തിൻ്റെ 84% വന്നെത്തുന്നത് ഇതുവഴി എന്നും കണക്കുകൾ വ്യക്തമാകുന്നു. ജനപ്പെരുപ്പം കൂടിയ ഇന്ത്യ പോലൊരു രാജ്യത്തിന് എണ്ണയും അനുബന്ധ ഉൽപ്പന്നങ്ങളും തടസ്സപ്പെടുന്ന അവസ്ഥ ഉണ്ടായാൽ അത് കടുത്ത ഊർജ്ജ പ്രതിസന്ധിക്കാണ് കാര്യങ്ങളെ എത്തിക്കുക. ഇരുചക്ര വാഹനങ്ങൾ മുതൽ വലിയ വാഹനങ്ങൾ വരെ ചലിക്കണമെങ്കിൽ ഹോർമൂസ് സ്ട്രെയ്റ്റ് ഇടതടവില്ലാതെ പ്രവർത്തിക്കണം എന്നർത്ഥം. റഷ്യയിൽ നിന്നുള്ള എണ്ണയ്ക്ക് നോ പറയേണ്ടി വന്നിട്ടുള്ള ഇന്ത്യയുടെ നിലവിലെ സാഹചര്യത്തിൽ
ഇറാന്റെ അറ്റകൈ പ്രയോഗം വലിയ തിരിച്ചടിയാകാനും സാധ്യത നിലനിൽക്കുന്നു. ഏതാനും മാസങ്ങളിലേക്കുള്ള കരുതൽ ശേഖരം നമ്മുടെ രാജ്യത്തെ താങ്ങി നിർത്തുമെങ്കിലും യുദ്ധവും സംഘർഷവും എല്ലാം നീണ്ടുപോയാൽ വലിയ പ്രതിസന്ധികളാണ് നമ്മെ കാത്തിരിക്കുന്നത്. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിന്റെ കാര്യത്തിലാണെങ്കിൽ ആകെയുള്ളതിൻ്റെ 35% വിതരണവും ഈ കടലിടുക്കിനെ ആശ്രയിച്ചാണ് നിലനിന്ന് പോരുന്നത്. ഇടുങ്ങിയ ഈ കടൽപാത ലോക എണ്ണ വിപണിയെ നിയന്ത്രിക്കുമ്പോൾ ഇതിലെ കപ്പൽ പാതകൾക്ക് ഇരുദിശകളിലേക്കും വെറും 3 കിലോമീറ്ററാണ് വീതി എന്നതും ഈ കുപ്പിക്കഴുത്ത് കടലിടുക്കിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാകുന്നു. സൗദി, UAE, ഇറാഖ്, ഖത്തർ രാജ്യങ്ങളിൽ നിന്നും എണ്ണ പുറത്തേക്കെത്തിക്കാനുള്ള ഏക കടൽമാർഗമാണ് ഇത് എന്നിരിക്കെ ഇതിനെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഈ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത തിരിച്ചടിയാകും എന്നതിലും തർക്കമില്ല. എണ്ണയുടെയും പ്രകൃതിവാതകങ്ങളുടെയും മാത്രമല്ല, ലോകത്തിലെ വളം കൈമാറ്റത്തിൻ്റെ 1/3 ഇതുവഴിയാണ് നടത്തപ്പെടുന്നത്. കാർഷിക മേഖലയിൽ വലിയ തിരിച്ചടി ആകുന്നതാണ് യഥാസമയത്തുള്ള വളശേഖര കൈമാറ്റം തടസ്സപ്പെടുന്നത്. ചൈന, ജപ്പാൻ, തെക്കൻ കൊറിയ എന്നീ രാജ്യങ്ങളിലേക്കും എണ്ണ കയറ്റുമതിക്കുള്ള പ്രധാന പാതയാണിത് എന്നതിനാൽ എത്രത്തോളം രാജ്യങ്ങളെ ഒരു കടലിടുക്ക് തടസ്സപ്പെടുത്തുന്നതിലൂടെ കുഴപ്പത്തിലാക്കാനായി ഇറാന് സാധിക്കൂ എന്നും മനസ്സിലാക്കാനാകും. തുടക്കത്തിൽ കടലിടുക്ക് അടയ്ക്കുമെന്ന ഭീഷണി ഇറാൻ ഉയർത്തിയപ്പോഴും പൂർണ്ണമായ അർത്ഥത്തിൽ കപ്പൽച്ചാലുകൾ അടയ്ക്കുക എന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമായതിനാൽ പലരും അടച്ചിടൽ പ്രഖ്യാപനം പ്രതീക്ഷിച്ചതുമില്ല. പ്രഖ്യാപനം വന്നതിന് ശേഷവും അടച്ചിടൽ എങ്ങനെ നടപ്പിലാക്കും എന്നതിനെപ്പറ്റിയും വ്യക്തത വന്നിട്ടില്ല. കപ്പലുകൾക്ക് സിഗ്നൽ തടസ്സപ്പെടുത്തുക, കപ്പലുകളെയും ജീവനക്കാരെയും തടഞ്ഞു വയ്ക്കുക, മുന്നറിയിപ്പ് വെടിവെപ്പ്, കടലിടുക്കിനെ ഭാഗികമായി തടസ്സപ്പെടുത്തുന്ന കടൽ മൈനുകൾ ഉപയോഗിക്കുക, അതായത് ഷിപ്പിംഗ് ലൈനുകളെ മൈൻ ചെയ്യുക എന്നതെല്ലാം അടച്ചിടുന്നതിന് തൊട്ടു മുൻപുള്ള സംഘർഷ സാഹചര്യങ്ങളിൽ തന്നെ പ്രതീക്ഷിച്ചിരുന്നത്. ഡ്രോണുകൾ, അന്തർവാഹിനികൾ, മിസൈലുകൾ എന്നിവ ഉപയോഗിച്ചും കപ്പലുകളെ ആക്രമിക്കാനുള്ള സാധ്യതകൾ മൈൻ കൗണ്ടർ മെഷർ കപ്പലുകൾ ഇതിനെ പ്രതിരോധിച്ച് കടന്നു പോകാൻ ശ്രമിച്ചാൽ ഉണ്ടായേക്കാവുന്ന അപകട സാധ്യതകൾ എന്നതും വിദഗ്ധരും മുൻകൂട്ടി കണ്ടിരുന്നു. ഷിപ്പിംഗ് ലൈനുകളിൽ മൈൻ ഉപയോഗിച്ച് ബ്ലോക്ക് ഉണ്ടാക്കുക എന്നതാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാന തടസ്സപ്പെടുത്തൽ. ഷിപ്പിംഗ് ലൈനിനെ തടസ്സപ്പെടുത്തും എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ കൈവിട്ട കളിക്കില്ലെന്ന നിലപാടാണ് ഷിപ്പിംഗ് കമ്പനികളും എടുത്തത്. ചരക്ക് കപ്പലുകൾക്ക് നാശം സംഭവിക്കുന്ന തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ഇൻഷുറൻസ് കമ്പനികൾ വലിയ തോതിൽ നിരക്ക് ഉയർത്തും എന്നതും പല കമ്പനികളെയും ഈ പാതയിൽ നിന്നും മാറി നിൽക്കാനായി പ്രേരിപ്പിക്കുന്നു. ചെറു ബോട്ടുകളിലെത്തി ചരക്ക് കപ്പലുകൾക്ക് കനത്ത നാശം വരുത്തുന്ന ഇറാന്റെ ആക്രമണ രീതികളെപ്പറ്റി അറിയാവുന്നതിനാൽ അടച്ചുപൂട്ടൽ പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് തന്നെ കപ്പൽ കമ്പനികൾ ഈ കടലിടുക്കിലേക്ക് പ്രവേശിക്കാതെ ഗൾഫ് മേഖലയിലെ തുറന്ന ജലാശയങ്ങളിൽ നങ്കൂരമിട്ട് നിർത്തിയിട്ടിരിക്കുന്ന സാഹചര്യവും കാണാനാവും. ദ്രവീകരിച്ച പ്രകൃതിവാതകം, എണ്ണ ഉൽപ്പന്നങ്ങൾ, ക്രൂഡ് ഓയിൽ ഇതെല്ലാം വഹിച്ച് ഗൾഫ് മേഖലയിൽ നിന്നും യാത്ര തിരിച്ച 150ഓളം ടാങ്കറുകൾ നിലവിൽ കടലിടുക്കിനെ താണ്ടാനാവാതെ കാത്തുകിടക്കുകയാണ്. ആഗോളതലത്തിലുള്ള കണ്ടെയ്നർ ഷിപ്പുകളിൽ 10% ചലിക്കാനാവാത്ത അവസ്ഥയാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. കടലിടുക്ക് തടസ്സപ്പെടുത്തിയതോടെ കണ്ടെയ്നർ ഷിപ്പുകൾ, ചരക്ക് കപ്പലുകൾ എന്നിവയുടെ സഞ്ചാരം നിലയ്ക്കുകയും ചെയ്തതോടെയാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ചെറിയ തടസ്സങ്ങൾ പോലും ആഗോള എണ്ണ മേഖലയെ വലിയ തോതിൽ ബാധിക്കും എന്നത് മാത്രമല്ല, ചരക്ക് നീക്കത്തിലെ കാലതാമസം, വഴിതിരിച്ചുവിടൽ, വർദ്ധിച്ച ഇൻഷുറൻസ്, ചരക്ക് ചെലവുകൾ എന്നിവ ആഗോളതലത്തിൽ എണ്ണയ്ക്കും പ്രകൃതിവാതകങ്ങൾക്കും വില വർദ്ധിക്കാനുള്ള സാധ്യതകളെ ഉയർത്തുന്നു. പ്രായോഗികമായി മറ്റൊരു ബദൽ മാർഗം ഇല്ലാത്ത ചോക്ക് പോയിന്റ് എന്നതും ഹോർമീസ് സ്ട്രൈറ്റിൻ്റെ പ്രത്യേകതയാണ്. ഏകദേശം 60 മീറ്റർ താഴ്ച വരുന്ന ജലാശയം, വീതി കുറഞ്ഞ കടലിടുക്ക് എന്നതും ഇറാന് ഇവിടം അടച്ചിടൽ എളുപ്പത്തിലാക്കുന്നു. കുറഞ്ഞ ജനവാസമുള്ളതും തരിശായുധമായ ദ്വീപുകളും ഈ കടലിടുക്കിലായി സ്ഥിതി ചെയ്യുന്നുണ്ട്. യുദ്ധത്തിൻ്റെയും സംഘട്ടനങ്ങളുടെയും ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ളതാണ് ഈ കടലിടുക്കെന്നും പോയ കാലത്തിൽ നിന്ന് മനസ്സിലാക്കാനുമാകും. 1980-ൽ ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ഇരുവിഭാഗവും ഇവിടം കേന്ദ്രീകരിച്ച് എണ്ണ ടാങ്കറുകൾക്ക് നേരെ ആക്രമണം നടത്തുകയുണ്ടായി. ഇറാന്റെ ചെറു ബോട്ടുകളും US കപ്പലുകളും തമ്മിൽ 2007-8 കാലഘട്ടത്തിൽ ആരംഭിച്ച സംഘർഷം ഒടുവിൽ കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഇറാന്റെ ഭീഷണിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചു. ടാങ്കർ പിടിച്ചെടുക്കൽ, ദുരൂഹമായ രീതിയിൽ സ്ഫോടനങ്ങൾ, ടാങ്കറുകൾക്ക് കേടുപാടുകൾ തുടങ്ങിയവയും ഈ മേഖലയെ സംഘർഷഭരിത ഏരിയ എന്ന തരത്തിലേക്ക് എത്തിക്കാൻ കാരണമായി. ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയ അസ്വാരസ്യങ്ങളും സംഘടനകളും ഉടനടി പ്രതിഫലിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ കടലിടുക്ക് നിലവിൽ മാറിക്കഴിഞ്ഞു. സ്ഥിരം പ്രശ്നബാധിത പ്രദേശം എന്നതിനെ മുൻനിർത്തി ഹോർമൂസ് കടലിടുക്കിന് ബദൽ മാർഗം എന്നതിലേക്കും ഗൾഫ് രാജ്യങ്ങൾ ശ്രദ്ധ വയ്ക്കുന്നതായും കാണാനാവും. അത്തരമൊരു നീക്കത്തിന് കുറച്ചെങ്കിലും വിജയം കണ്ടെത്താനായിട്ടുള്ളത് സൗദിക്കും UAEക്കും ആണ്. എങ്കിൽ പോലും ബദൽ മാർഗമെന്ന നിലയിൽ വികസിപ്പിച്ചെടുത്ത പൈപ്പ് ലൈനുകൾ വഴി
കൊണ്ടുപോകാനാവുന്ന എണ്ണ ഉൽപ്പന്നങ്ങളുടെ തോത് കുറവാണ് എന്നതും വെല്ലുവിളിയാകുന്നു. കടലിടുക്കിലൂടെ വിനിമയം ചെയ്യാൻ സാധിക്കുന്ന അത്ര വലിയ അളവിൽ പൈപ്പ് ലൈനുകൾ വഴി എണ്ണ കൈമാറ്റം ചെയ്യാനും നിലവിൽ സാധിക്കുന്നില്ല. പ്രതിദിനം പൈപ്പ് ലൈനുകൾ വഴി 2.6 ദശലക്ഷം ബാരലാണ് കൊണ്ടുപോകാനായി സാധിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിനെ പൂർണ്ണമായും ഒഴിവാക്കാനും ഇതിനാൽ തന്നെ സാധ്യവുമല്ല. ഇറാന്റെ അടച്ചുപൂട്ടൽ തീരുമാനം സൈനിക ശക്തി കൊണ്ട് നേരിടും എന്നെല്ലാം US പറയുന്നുണ്ട്. ഫലത്തിൽ വലിയ ആശങ്കകളാണ് ഹോർമൂസ് കടലിടുക്കിന് മീതെ നിലനിൽക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ സമ്മർദ്ദ തന്ത്രം ഫലിക്കുമോ അതോ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമോ എന്നതെല്ലാം വരും ദിവസങ്ങളിൽ വ്യക്തമാകും. മേഖലയിലെ വിദേശ സാന്നിധ്യം വലിയ തോതിൽ ഇറാനെ അസ്വസ്ഥമാക്കുന്നു എന്നത് അവരുടെ പ്രതികരണത്തിൽ നിന്നും നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. മിഡിൽ ഈസ്റ്റിലെ വലിയ US നേവൽ ബേസ് ഖത്തറിൽ നിലകൊള്ളുന്നതും ബഹ്റൈനിലെ അമേരിക്കൻ 5ാം കപ്പൽപ്പട താവളവും ഇറാനെ വല്ലാതെ പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ലോകം 2 തട്ടിൽ നിൽക്കുന്ന അവസ്ഥ. പോർവിളികളും പക്ഷഭേദങ്ങളും മനുഷ്യരെ വിയോജിപ്പിക്കുമ്പോൾ നഷ്ടമാകുന്നത് ലോകസമാധാനവും മനുഷ്യജീവനുകളും ആണ് എന്ന കാര്യം പോലും മറന്നു പോകുന്ന ഭീതിജനകമായ അവസ്ഥ. യുദ്ധം അനുഭവിച്ചിട്ടില്ലാത്തവരും കണ്ടിട്ടില്ലാത്തവരും ആർത്ത് വിളിച്ച് കൈയടിക്കുമ്പോൾ യുദ്ധഭൂമിയിലെ മനുഷ്യരുടെ നിലവിളികൾ എതിരാളികളുടെ മാത്രം നഷ്ടപ്പെടലുകളും തോൽവിയുമായി ആഘോഷിക്കപ്പെടുന്നു. കേവലമൊരു വീഡിയോ ഗെയിം മാത്രമായി യുദ്ധത്തെ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു എന്നത് അങ്ങേയറ്റം ദയനീയവും മനുഷ്യത്വരഹിതവുമായ അവസ്ഥയാണ്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മനുഷ്യരും പിഞ്ചു കുഞ്ഞുങ്ങളും അടക്കം വീണ് പിടയുമ്പോഴും സന്തോഷം പ്രകടിപ്പിക്കുന്ന തരത്തിലേക്ക് മനുഷ്യരുടെ മനസ്സ് ചീരിതിരിഞ്ഞു എന്നതും ഈ യുദ്ധകാലത്ത് കൂടുതൽ ഭയപ്പെടുത്തുന്നു. സ്വാർത്ഥമതികളായ ഭരണാധികാരികൾ യുദ്ധം തുടങ്ങി വയ്ക്കുന്നു. നിരപരാധികളായ മനുഷ്യർ തിക്തഫലങ്ങളെ അനുഭവിക്കുന്നു. യുദ്ധം നടക്കുന്നത് ലോകത്തിൽ എവിടെയാണെങ്കിലും അത് മൊത്തം രാജ്യങ്ങളെയും ബാധിക്കും എന്നതാണ് വാസ്തവം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് മേഖലയിലെ ഏതൊരു സംഘർഷവും വലിയ പ്രത്യാഘാതങ്ങളാണ് സമസ്ത മേഖലയിലും സൃഷ്ടിക്കുക. ഇതെല്ലാം മനസ്സിലാക്കുന്ന മനുഷ്യർ അർത്ഥശൂന്യമായ പക്ഷഭേദങ്ങളെ മാറ്റിവെക്കുന്നു, ഇടുങ്ങിയ ചിന്തകളെ ഒഴിവാക്കുന്നു. ഇപ്പോൾ ലോകം പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത് ഒരു നല്ല വാർത്തയ്ക്ക് വേണ്ടിയാണ്. യുദ്ധം അവസാനിച്ചു, ആ വാർത്തയ്ക്ക് വേണ്ടി. പ്രതീക്ഷയോടെ നമുക്കും ആ നല്ല വാർത്തയ്ക്കായി കാത്തിരിക്കാം.